വീണ്ടും വചനപ്രഭാതവുമായി പവർ വിഷൻ TV-യുടെ മുമ്പിൽ നമുക്കൊരുമിച്ചിരിപ്പാനിടയായതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകമെമ്പാടും യൂട്യൂബിലൂടെയും വിവിധ മീഡിയയിലൂടെയും ഈ സന്ദേശം കേൾക്കുന്നവരെ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. പവർ വിഷൻ കുടുംബത്തിൽ നിന്ന് സ്നേഹവന്ദനം. പാപം വാഴുമ്പോൾ എന്ന ഒരു ആത്മീയ ചിന്ത ഇന്നലെ നാം ധ്യാനിച്ചു. ഇന്നതിൻ്റെ അല്പം കൂടെ ഉയർന്ന ലെവൽ, പാപം യജമാനൻ ആകുമ്പോൾ. ഇംഗ്ലീഷിൽ നിന്ന് ആണ് ആ ആശയം വ്യക്തമാകുന്നത്. ഓൾസോ കീപ് മീ ഫ്രം ദ സിൻസ് ഐ വാണ്ട് ടു കമ്മിറ്റ്. മേ they not be my master. May they not be my master. ആ പാപം എൻ്റെ യജമാനനാകരുതേ. അപ്പോഴാണ് കർത്താവ് പറഞ്ഞൊരു വചനം നമുക്കിതിനോട് ചേർത്ത് ചിന്തിക്കാനായിട്ട് സൗകര്യപ്രദമാകുന്നത്. അത് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. അതിങ്ങനെയാണ്, 6:24. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ആരാണ് ഈ 2 യജമാനൻ? അത് നാം മനസ്സിലാക്കണം. അത് താഴെ വരുമ്പോൾ വിവരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയുകയില്ല. 2 യജമാനന്മാർ എന്ന് പറയുന്നത് ഒന്ന് ദൈവവും മറ്റൊന്ന് പണവുമാകുന്നു. ആ പണത്തിനെ അക്കാലത്ത് ഐശ്വര്യ ദേവത എന്ന പേരിൽ മാമോൻ എന്ന് വിളിച്ചിരുന്നു. എന്താണ് പണത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത്? പണമൊരു നല്ല ദാസനാണ്, പെർഫെക്റ്റ് സെർവൻ്റാണ്. ബട്ട് വേഴ്സ് ബോസ്, വളരെ വൃത്തികെട്ട യജമാനാണ്, നല്ല ഒരു ദാസനുമാണ്. ഇത് പറയുമ്പോൾ ചിലരെങ്കിലും ഉൾക്കണ്ണ് തുറന്ന് ഇത് ഗ്രഹിക്കുമെന്ന് ഞങ്ങൾ കർത്താവിൽ ആശിക്കുന്നു. ഇന്നേക്ക് 40 കൊല്ലം മുമ്പാണ് ഞാൻ ഈ ആശയം കേൾക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതോ ഡെയിലി ബ്രെഡിൽ നിന്ന് ഞാൻ വായിച്ചതാണ്. അക്കാലങ്ങളിൽ ഇംഗ്ലീഷിൽ ഈ വചനപ്രഭാതം പോലെ കൊച്ചു ചിന്തകൾ അടങ്ങിയ ബുക്കുകൾ ഇറങ്ങുമായിരുന്നു. ബൈ പോസ്റ്റ് നമുക്ക് വീട്ടിൽ വരുമായിരുന്നു. 3 മാസത്തേക്കുള്ള ചിന്തകൾ, കുഞ്ഞ് ബുക്കാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന ആ ചിന്ത ഇന്നും മനസ്സിനകത്ത് നിപ്പുണ്ട്. പണമൊരു നല്ല ദാസനാണ്. ദാസനാരാണ്? യജമാനൻ എന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവനാണ് നല്ല ദാസൻ. യജമാനൻ്റെ ഇഷ്ടം ചെയ്ത് യജമാനൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് പണം. എന്നാൽ ഈ പണം കുറേ നാൾ കഴിയുമ്പോൾ എൻ്റെ യജമാനായി മാറുകയാണ്. അതിൻ്റെയും പുറകിൽ പിശാചാണ്. ഞാനിങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നു, എവിടെ പണമുണ്ടോ അവിടെ പിശാചുണ്ട്. ഒരല്പം തെറ്റ് അതിനകത്തുണ്ട്. എൻ്റെ കയ്യിലും പണം ഉണ്ടല്ലോ. അപ്പം അതിങ്ങനെ ഒന്ന് തിരുത്തണം. എവിടെ പണമോഹമുണ്ടോ അവിടെ പിശാചുണ്ട്. എവിടെ ദ്രവ്യാഗ്രഹമുണ്ടോ അവിടെ പിശാചുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും 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 നമുക്കിതിൻ്റെ മേലൊരു ജയം കിട്ടേണ്ടതാണ്. നമുക്കിതിൻ്റെ മേലൊരു ജയം കിട്ടേണ്ടതാണ്. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.
ഇന്നത്തെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പാപം എൻ്റെ യജമാനൻ ആകരുതേ ദൈവമേ. ആമേൻ, ആമേൻ, ആമേൻ.